ഗസയിൽ ഇസ്രായേൽ തുടരുന്ന കൊടിയ ആക്രമണം 10ാം മാസത്തിലെത്തി നിൽക്കെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രതീക്ഷ നൽകുന്നതാണ്. US അവതരിപ്പിച്ച പുതുക്കിയ വെടിനിർത്തൽ കരാറിന് ഹമാസ് അംഗീകാരം നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സ്ഥിരം യുദ്ധവിരാമമില്ലാതെ ഏതുതരം വെടിനിർത്തൽ കരാറിനുമില്ലെന്ന നിലപാട് ഹമാസ് ഉപേക്ഷിച്ചതായി സംഘടനാ പ്രതിനിധികളും ഈജിപ്ത് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഗസയിൽ വെടിനിർത്തലിനായി USന്റെ നേതൃത്വത്തിൽ അടുത്തിടെ നീക്കങ്ങൾ വീണ്ടും സജീവമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസ് കൂടുതൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത്. ഗസയിൽ വെടിനിർത്തിയാൽ ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ലബനാൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചയ്ക്കായുള്ള പ്രാരംഭ കൂടിയാലോചനകൾ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തുടങ്ങിയിരുന്നു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബർണിയ ഖത്തറിലെത്തി നേതാക്കളുമായി ഹമാസ് സമർപ്പിച്ച നിർദ്ദേശം സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. ഹമാസ് മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളിലുള്ള എതിർപ്പ് മധ്യസ്ഥ രാജ്യമെന്ന നിലയിൽ ഖത്തറിനെ അറിയിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ബന്ദികൾക്ക് പകരം കൈമാറുന്ന ഫലസ്തീൻ തടവുകാരുടെ കാര്യത്തിൽ ഹമാസ് ഉപാധി സ്വീകാര്യമല്ലെന്നായിരുന്നു ഇസ്രായേൽ നിലപാട്. ഇസ്രായേൽ ഹമാസ് ചർച്ചയിൽ യൂറോപ്യൻ യൂണിയനും പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബന്ദികളുടെ മോചനത്തിനായുള്ള കരാറിനെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും പറയുന്നു. US നിർദ്ദേശിച്ച കരാറിന്റെ 2ാം ഘട്ടം നടപ്പാക്കുന്നതിനുള്ള പരോക്ഷ ചർച്ചകൾ തുടരുന്ന കാലത്തോളം താൽക്കാലിക വെടിനിർത്തൽ, സഹായ വിതരണം, ഇസ്രായേൽ സൈനികരെ പിൻവലിക്കൽ എന്നിവ മധ്യസ്ഥരുടെ ബാധ്യതയാണെന്ന് പുതിയ നിർദ്ദേശം ഉറപ്പാക്കുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. 6 ആഴ്ചത്തെ സമ്പൂർണ്ണ വെടിനിർത്തൽ ഘട്ടത്തിൽ ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കും. ഈ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ ജനവാസ മേഖലയിൽ നിന്ന് പിന്മാറണം. വടക്കൻ ഗസയിൽ കുടിയിറക്കപ്പെട്ടവരെ വീടുകളിൽ തിരികെ എത്താൻ അനുവദിക്കുമെന്നും കരാർ നിർദ്ദേശിക്കുന്നു. എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വക്താവ് തയ്യാറായില്ല. ഇരുപക്ഷവും തമ്മിലുള്ള വിയോജിപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാനുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. 3 ഘട്ടങ്ങളായുള്ള കരാർ പ്രകാരം 6 ആഴ്ചത്തെ വെടിനിർത്തലും ബന്ദികളുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക എന്നാണ് റിപ്പോർട്ട്. സ്ത്രീകളും മുതിർന്നവരും കുട്ടികളും പരിക്കേറ്റവരുമാണ് വിട്ടയക്കപ്പെടുന്ന ഇസ്രായേലി ബന്ദികളിൽ ആദ്യം ഉൾപ്പെടുക. പകരം 100 കണക്കിന് ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും കൈമാറും. ഈ ഘട്ടത്തിൽ ഗസയിലെ പട്ടണങ്ങളിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറും. മാത്രമല്ല, പലായനം ചെയ്തവരെ ഉത്തര ഗസയിലേക്ക് തിരികെ വരാനും അനുവദിക്കും. സൈനികരും സാധാരണക്കാരുമായ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കലായിരിക്കും 2ാം ഘട്ടത്തിലെ പ്രധാന നിബന്ധന. പകരം കൂടുതൽ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കും. 3ാം ഘട്ടത്തിൽ ബന്ദികളുടെ മൃതദേഹങ്ങളും സൈനികരടക്കം അവശേഷിക്കുന്ന ബന്ദികളെയും തിരികെ കൊണ്ടുവരികയും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഗസ പുനർനിർമ്മാണ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഗസയിൽ വിദേശ രാജ്യങ്ങളുടെ സംയുക്ത സേനയ്ക്ക് കീഴിൽ സുരക്ഷാ മേൽനോട്ടം ഉണ്ടാക്കണമെന്ന ഇസ്രായേൽ നിർദ്ദേശം അനുവദിക്കില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. ഒരു വിദേശ സേനയുടെയും സാന്നിധ്യം ഫലസ്തീൻ ജനത അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം മാറ്റമില്ലാതെ തുടരുകയാണ്. വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ 7 ഫലസ്തീൻകാർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ലബനാൻ അതിർത്തിയിലും സംഘർഷത്തിന് അയവില്ല. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ 2 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. 50ലേറെ റോക്കറ്റുകളാണ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ അയച്ചത്.